വരുൺ രാധികയുടെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണ് മനസ്സിലാക്കിയതോടു കൂടെ പ്രിയങ്കയോട് ഒരു അകലം വെക്കുക. എന്തൊക്കെയായാലും പ്രിയങ്കയോട് അടുക്കാൻ തന്നെ ശ്രമിക്കുന്നില്ല. അങ്ങനെ പ്രിയങ്ക കട്ടിലും വരുണും താഴെയായിട്ട് കിടക്കാട്ടോ. ഈ സമയം പ്രിയങ്ക ചോദിക്കും, ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കണം. അതിലൊരു വഴി ആലോചിച്ച് നിൽക്കാണ്. അങ്ങനെ പ്രിയങ്ക എണീറ്റിരുന്ന്, വരുണേട്ടൻ വേണമെങ്കിൽ ബെഡിൽ കിടക്കാം, ഞാൻ തറയിൽ കിടന്നോളാം. കേട്ട പാടെ തന്നെ വരുണ എണീക്കാണ്. എന്തായാലും ഇയാൾക്ക് ഒഴിഞ്ഞു കൊടുത്തേ മതിയാവൂ. അവളും തന്നെ ബെഡിൽ നിന്ന് എണീറ്റ് താഴെ ഷീറ്റ് വിരിച്ച് കിടക്കാണ് കേട്ടോ. അതിനുശേഷം വരുണിനെ നോക്കാണ്. വരുണാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ബെഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. വെറുതെ പണി വാങ്ങേണ്ടായിരുന്നു, ആ ബെഡിലൊന്നും കിടന്നാൽ മതിയായിരുന്നു. ഇതിപ്പോ തറയിൽ കിടന്നിട്ട് തണുത്തിട്ട് ഉറക്കം വരുന്നില്ലല്ലോ എന്നെല്ലാം ആലോചിച്ച് നിൽക്കായിരിക്കും പ്രിയങ്ക ഈ സമയം ആലോചിക്കുന്നു, ഇയാൾ എന്താ എന്നിൽ നിന്ന് ഇത്ര അകലിന്ന് തന്നെ കണ്ട് ഇഷ്ടപ്പെട്ടാണ് വിവാഹം കഴിച്ചെന്ന് അറിഞ്ഞിട്ട് പിന്നെന്താ ഇയാൾക്ക് പറ്റിയത്, ഞാൻ അടുത്ത് ചെല്ലുന്ന പോലും ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ ആലോചിക്കാട്ടോ. മുത്തശ്ശിയോട് പറയുന്നത്, അയാൾ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ വന്നു എന്നല്ലേ മുത്തശ്ശി നിങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ അയാൾ എന്നോട് അടുക്കുന്നില്ലല്ലോ, എന്നോട് സംസാരിക്കുന്നില്ലല്ലോ. എന്നാൽ അച്ഛമ്മക്ക് മനസ്സിലാവാണ് അവന്റെ മനസ്സിൽ രാധികയാണെന്ന്. മോള് അതൊന്നും മെയിൻ ചെയ്യണ്ട, മോളെ കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെയാണ് അവൾ വിവാഹം ആലോചിച്ച് വന്നത്. പക്ഷെ മോള് വിട്ടുകൊടുക്കരുത്, അവനെ സ്വന്തമാക്കണം. കണിമംഗലത്തെ ഏക അവകാശിയാണ് അവൻ. നിന്റെ ഭർത്താവ് ഇത്രയും കോടീശ്വരനാണെന്ന് പറയുമ്പോൾ തന്നെ നിനക്കൊരു ഒങ്ങില്ലേ എന്നൊക്കെ ചോദിച്ച് കൊച്ചുമോളെ പറഞ്ഞ് മനസ്സിലാക്കാണ്. അതിനുശേഷം ഇയാൾക്ക് എന്തൊക്കെയോ രഹസ്യമുണ്ട്. അവളാണെങ്കിലും വരുണിന്റെ റൂമിലെ അലമാര തിരയാണ്. ആ രഹസ്യം കണ്ടുപിടിക്കാനും അവൾക്ക് കുറച്ച് പണത്തിന് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ശരത്തിന്റെ കയ്യിൽ പണം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു പ്രൊഡ്യൂസറെ കയ്യിൽ. അലമാര എല്ലാം നോക്കുന്നിടത്ത് അവിടെ ഒന്നും കാണുന്നില്ല. എന്നാൽ ഒരു ഡയറി കൈത്തട്ടി താഴേക്ക് വീഴുന്നുണ്ട്. അതെടുത്ത് നോക്കിയ അവൾക്ക് ആ സത്യം മനസ്സിലാവാണ്. അതിൽ നിറയെ രാധികയുടെ ഫോട്ടോ. അത് ചേച്ചിയുടെ ഫോട്ടോ എന്താ ഇവിടെ, ചേച്ചി എന്നും കരുതി അതെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി അവിടെ ഇവിടെ നിന്ന് ഡാൻസ് ചെയ്തതും അമ്പലത്തിൽ നിൽക്കുന്ന ചേച്ചി, അങ്ങനെ പലതരം ഫോട്ടോസൊക്കെ കാണുമ്പോൾ അപ്പോൾ വരുണായിട്ട് സ്നേഹിച്ച ചേച്ചിയാണോ അതെയാണോ എന്നൊക്കെ ആലോചിച്ച് ആ ഫോട്ടോയിലേക്ക് നോക്കുക. എൻ്റെ ദേഷ്യത്തിൽ തിരിഞ്ഞ് അപ്പോഴാണ് വരുണ റൂമിലേക്ക് വരുന്നത്. എന്താ ഇതെന്റെ ചേച്ചിയുടെ ഫോട്ടോ ആണല്ലോ, ഇതെന്തിനാ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്, അതെന്തിനാ നീ എടുക്കാൻ പോയത്? ഞാൻ സൂക്ഷിക്കുന്ന കുറച്ച് ഫോട്ടോകളാണ്, അത് ഞാൻ ഫോട്ടോഗ്രാഫി എടുക്കുന്ന ആളാണ്, അതിൽ പലരുടെയും ഫോട്ടോ കാണുമെന്നും പറഞ്ഞ് അവൾ അത് പിടിച്ചു വാങ്ങാൻ. അല്ല, ഇതിന് സത്യാവസ്ഥ എനിക്കറിയണം, ഇത് അത്തരത്തിലൊരു ഫോട്ടോ അല്ലെന്ന് എനിക്കറിയാം, നിങ്ങൾ ഗ്രേസി തോന്നി എടുത്ത് വെച്ച ഫോട്ടോകളൊന്നുമല്ല, ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്, സത്യം പറയൂ. അപ്പൊ ആ സമയത്ത് വരുൺ പറയും, നിന്നെ എന്തിനാ ഇതൊക്കെ എടുത്തു നോക്കാൻ വേണ്ടി പോയത്, എന്റെ അലമാരയിൽ എന്റെ സാധനങ്ങൾ എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നും ചോദിച്ച് ദേഷ്യപ്പെടണേ. അപ്പൊ പ്രിയങ്ക പറയും, ഇല്ല ഇത് ഞാൻ തരില്ല, ഇത് ഞാൻ മറ്റുള്ളവരെ എല്ലാവരും അറിയിക്കും, നിങ്ങളെ മനസ്സിരിപ്പ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവൂ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടാട്ടോ. ഈ സമയം തന്നെ രാധിക അവിടെ ഉണ്ടാവും, അവരുടെ വീട്ടിലുണ്ടാവും. രാധിക ബഹളം കേട്ട് രാധിക വരുന്നുണ്ട്. എന്താ പ്രിയ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ചേച്ചിയും കൂടെ അറിഞ്ഞിട്ടാണോ ഈ നാടകം? ഇത് കണ്ടോ, ഇത് മുഴുവൻ ചേച്ചിയുടെ ഫോട്ടോകളാണ്, ചേച്ചിയുടെ ഫോട്ടോ എന്തിനാ ഇദ്ദേഹം സൂക്ഷിക്കുന്നത്? ചേച്ചിയും കൂടെ അറിഞ്ഞിട്ടായിരിക്കും അല്ലേ ഈ നാടകം? എന്താ മോളെ നീ പറയുന്നത്, ഒരു ഫോട്ടോ അല്ലാതെ? ഫോട്ടോ മാത്രമാണോ, ചേച്ചിക്കെല്ലാം അറിയാം, എന്നിട്ട് ചേച്ചി മറച്ചു വെക്കാണ് എന്നും പറഞ്ഞിട്ട് വീണ്ടും ബഹളം നിൽക്കുക. ഈ സമയം തന്നെ വരുണാണെങ്കിൽ രാധിക അങ്ങ് ചേർത്ത് പിടിക്കുക. അതിനുശേഷം പറയും, അതെ നിന്റെ സംശയം ശരി തന്നെയാ, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും എന്റെ ഭാര്യയാക്കാൻ ആഗ്രഹിച്ചതും ഞാൻ സ്നേഹിച്ചതും ഈ നിൽക്കുന്ന രാധികയെ തന്നെയാണ്. പേരിൽ എന്തോ ചേഞ്ചസ് വന്നു, ഇവളുടെ പേര് പ്രിയങ്ക എന്നും കരുതിയ നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നത് പെണ്ണന്വേഷിച്ച്. പക്ഷെ അവിടെ നിന്ന് മറിച്ചാണ് സംഭവിച്ചത്. പെണ്ണിനെ കാണാൻ പാടില്ല എന്നും പറഞ്ഞ് എന്റെ മുത്തശ്ശിയാണ് ഇതിനെല്ലാം കാരണക്കാരി. അല്ലെങ്കിൽ ആ വളരൽ ചടങ്ങിനൊക്കെ ഞാൻ അറിയുമായിരുന്നു എന്റെ പെണ്ണ് മാറിപ്പോയെന്ന കാര്യം. പക്ഷെ ഓരോ തവണയും നിനക്ക് പകരം ഇവളെത്തിയപ്പോഴും ഞാൻ കരുതിയത് ഇവൾ തന്നെയാണ് എന്റെ പെണ്ണെന്നാണ്. പക്ഷെ നിന്റെ പേര് മാറിയെന്നും നീയാണ് മതിർ മണ്ഡപത്തിൽ വന്നതെന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഞാൻ നിന്റെ കഴുത്തിലല്ല താലി കെട്ടിയിരുന്നത്, അതിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ ഇവളുടെ കഴുത്തിലാണ് താലി കെട്ടിയെന്ന് ഇവൾ സമ്മതിച്ചു തരുന്നില്ല. ആ സത്യം എന്തായാലും മറന്നീക്കി പുറത്തു വരും എന്നും പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുക. രാധികയും പ്രിയങ്കയും ഇത് കേട്ടതും ആകെ അങ്ങ് ഷോക്കാവുന്നുണ്ട്. എന്താ ഈ പറയുന്ന അർത്ഥത്തിൽ എന്താ? അപ്പോഴേക്കും രാധിക പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പിടിവിട്ട് ഓടിപ്പോവാണ്. പ്രിയങ്ക കണ്ണു നിറഞ്ഞ് നിൽക്കുക. അച്ഛമ്മയോട് ആരോടെങ്കിലും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ അവർ കൂട്ടിക്കൊണ്ടുപോകും. പക്ഷെ ഇവിടെ നിൽക്കണം, ഇദ്ദേഹത്തിനെ കൊണ്ട് കാശിറക്കിപ്പിച്ച് എനിക്ക് വലിയ ഹീറോയിൻ ആവണം. അതുവരെ ഈ സത്യം ആരും അറിയരുത്. ഇവരെ രണ്ടുപേരെയും താക്കീത് ചെയ്ത് നിർത്തണം. അതിനുവേണ്ടി പ്രിയ പറയും, ഇത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, നിങ്ങളിപ്പോ എന്റെ കഴുത്തിൽ താലി കെട്ടി, ഇനി മേലാൽ എന്റെ ചേച്ചിയാണത്, എന്റെ ചേച്ചിയെ ആ കണ്ണിലൂടെ തന്നെ കണ്ടാൽ മതി എന്നും പറഞ്ഞ് പ്രിയങ്ക രാധികയെ അവിടെ നിന്നും പറഞ്ഞു വിടാണ് കേട്ടോ. വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ ആണ്.